ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ നോൺ ലീനിയർ സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡാണ് ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻ അപ്രോച്ച് ആൻഡ് ഫേസ് പ്ലെയിൻ അനാലിസിസ്. നമ്മുടെ 5th മോഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓൺ ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻ എന്ന് വെച്ചാലെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ സാധാരണയായിട്ട് നമ്മൾ കൺട്രോൾ സിസ്റ്റം അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോർവേഡ് ബ്ലോക്കും ഒരു ആഡറും ഇൻപുട്ടും ഫോർവേഡ് ബ്ലോക്കും ദെൻ ഫീഡ്ബാക്ക് പാത്തും കാണിക്കാറുണ്ട്. ഹിയർ വി ആർ ഗോയിങ് ടു അനലൈസ് എ നോൺ ലീനിയർ സിസ്റ്റം. അപ്പോൾ തന്നിരിക്കുന്ന പ്ലാന്റിനെ നമ്മൾ ജസ്റ്റ് ഫോർവേഡ് പാത്ത് എന്നുള്ളത് മാത്രം ഒഴിവാക്കിയിട്ട് അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഫോർവേഡ് പാത്തിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എഗെയിൻ നോൺ ലീനിയർ കമ്പോണൻറ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ വിചാരിക്കുക വി ആർ ഗിവിങ് എക്സ് ആസ് ഇൻപുട്ട് ടു ദ നോൺ ലീനിയർ കമ്പോണൻറ്റ് where x is a sinusoidal function, that is x equal to capital X sin omega t. You know where capital X is the amplitude. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻപുട്ട് സൈനുസോയിഡലായിട്ട് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് സിൻസ് ദിസ് ഈസ് എ നോൺ ലീനിയർ എലമെൻറ്റ് ദ ഔട്ട്പുട്ട് എന്തായാലും എന്തായിരിക്കില്ല, നോൺ സൈനുസോയിഡൽ ആയിരിക്കില്ല. അപ്പോൾ ഈ സൈനുസോയിഡൽ അല്ലാത്ത ഏതൊരു സിഗ്നലിനെയും നമുക്ക് ഡിഫറെൻറ്റ് ഹാർമോണിക് കമ്പോണൻസിൻ്റെ സമ്മായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതായത് ഏതൊരു സിഗ്നലിനെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയാലും അതിന് ഡിഫറെൻറ്റ് സൈനുസോയിഡൽ കമ്പോണൻസിൻ്റെ, അതായത് ഡിഫറെൻറ്റ് ഹാർമോണിക് കമ്പോണൻസിൻ്റെ സമ്മായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഫോറിയർ സീരീസ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാം എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഔട്ട്പുട്ട് y എന്ന് പറയുന്നത് എന്താണ്, ഒരു DC കമ്പോണൻറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് കമ്പോണൻറ്റ്, ദെൻ സൈനിൻ്റെ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ്, ദെൻ 2ωt കമ്പോണൻറ്റ്, അങ്ങനെ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റിൻ്റെ മൾട്ടിപ്പിൾ ഫ്രീക്വൻസിയിലുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇതിനൊക്കെയാണ് നമ്മൾ ഹാർമോണിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി, അതായത് നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്താണെന്നറിയാം, കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് അസംഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് അസംഷനാണ് ഈ നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത് സിമെട്രിക്കലാണ് എന്നുള്ളൊരു അസംഷൻ. ഇങ്ങനെ സിമെട്രിക്കൽ ആണെങ്കിൽ ഔട്ട്പുട്ടിൽ ഈ DC കമ്പോണൻറ്റ് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ y എന്തായിട്ട് മാറും, y ഈസ് ഈക്വൽ ടു A1 sin omega t പ്ലസ് B1 cos omega t പ്ലസ് A2 sin 2 omega t പ്ലസ് B2 cos 2 omega t പ്ലസ് എക്സെട്ര എക്സെട്ര എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത അസംഷൻ എന്താണെന്ന് വെച്ചാൽ 6 0 ആണെന്ന് വിചാരിക്കുക. 6 0 ആകുന്ന സമയത്ത് എന്താ കിട്ടുക, y എന്ന് പറയുന്നത് G2 ഇൻപുട്ടായിട്ട് കിട്ടും. അത് എഗെയിൻ തിരിച്ച് വരും ത്രൂ G1 എന്നിട്ട് വീണ്ടും x എന്ന് പറഞ്ഞ നോൺ ലീനിയർ കമ്പോണൻറ്റിന് തന്നെ വരും. അതായത് ഇത് നോൺ ലീനിയറിൻ്റെ ഔട്ട്പുട്ട് G2 G1 എന്ന് പറയുന്നൊരു കാസ്കേഡ് ബ്ലോക്കിലൂടെ തിരിച്ച് വീണ്ടും നോൺ ലീനിയർ സിസ്റ്റത്തിലേക്ക് തന്നെ വരുന്നൊരവസ്ഥ അല്ലേ. ഇവിടെ ഈ G2 G1 എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽട്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യുക, ഇതിന് കിട്ടുന്ന ഔട്ട്പുട്ടിൽ ലോ പാസ് കമ്പോണൻസിനെ അതായത് ലോ ഫ്രീക്വൻസി കമ്പോണൻസിനെ മാത്രം അതെന്ത് ചെയ്യും, പാസ് ചെയ്യുള്ളൂ. ഹയർ ഫ്രീക്വൻസി കമ്പോണൻസിനെ അതെന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അപ്പോൾ വീണ്ടും തിരിച്ചിതിനെത്തുന്ന ഇൻപുട്ട് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫസ്റ്റ് ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ y എന്തായിട്ട് ചുരുങ്ങും, y ഈസ് ഈക്വൽ ടു ഓൺലി ദ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് ദാറ്റ് ഇസ് A1 sin omega t പ്ലസ് B1 cos omega t. ഓക്കെ, അപ്പം ഇങ്ങനൊരു ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത അസംഷൻസ് നമ്മൾ നോക്കുക. G2 G1 എന്ന് പറയുന്നതിന് ലോ പാസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, തന്നിരിക്കുന്ന നോൺ ലീനിയാരിറ്റി സിമെട്രിക്കലാണ്. ഇങ്ങനെ ഒരുപാട് അസംഷനിൽ നമ്മൾക്ക് പറയാം വെൻ വി ആർ ഗിവിങ് എ സൈനുസോയിഡൽ ഇൻപുട്ട് ടു ദ നോൺ ലീനിയാരിറ്റി വി വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് y വിച്ച് ഹാസ് ഓൺലി ഫണ്ടമെൻ്റൽ കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആംഗിൾ തീറ്റ എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ആംഗിൾ φ1 എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇൻപുട്ട് x sin omega t ആണെങ്കിൽ ദ ഔട്ട്പുട്ട് ലീഡ്സ് ബൈ എൻ ആംഗിൾ φ1. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ വരും, ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു y1 sin omega t പ്ലസ് φ1 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഒരു നോൺ ലീനിയർ എലമെൻ്റ് ഉണ്ട്, ആ നോൺ ലീനിയർ എലമെൻറ്റിൻ്റെ ഇൻപുട്ട് എന്താണെന്നും കണ്ടു, ഔട്ട്പുട്ട് എന്താണെന്നും കണ്ടു.
സാധാരണ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചിൽ നമ്മൾ എന്താണ് എടുക്കുക, വാട്ട് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? ഒരു സിസ്റ്റത്തിനെ കംപ്ലീറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ദാറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ഓഫ് ഇൻപുട്ട് എന്നായിരുന്നില്ലേ? അതുപോലെ ഇവിടെ നോൺ ലീനിയർ എലമെൻറ്റിൻ്റെ ഇൻപുട്ടും അറിയാം, നോൺ ലീനിയർ എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ടും അറിയാമെങ്കിൽ അത് തമ്മിലുള്ളൊരു റേഷ്യോ ആണ് ശരിക്കും എന്താന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കുക. ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് കെ സഫിക്സ് എൻ ബ്രാക്കറ്റിൽ എക്സ് എൻ കോമ ഒമേഗ, where capital X is the amplitude of the input and omega is the frequency. അപ്പം ഒരു സിസ്റ്റം തന്നിട്ട് ആ സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന സൈനുസോയ്ഡൽ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും അറിയാമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു y1 by x, where y1 is the amplitude of the output, x is the amplitude of the input at an angle phi1. This is called the describing function. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഏതൊരു സിസ്റ്റം നോൺ ലീനിയാരിറ്റി തന്നാലും അതിൻ്റെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് y1 എന്താണെന്ന് അറിയണം. അപ്പോൾ y1 എന്നതിനെ നമുക്ക് സാധാരണ എങ്ങനെ എഴുതാം? y1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ദിസ് ഇസ് a1 പറഞ്ഞില്ലേ, a1 സൈൻ ഒമേഗ ടി പ്ലസ് b1 കോസ് ഒമേഗ ടി. ഓക്കെ, അപ്പോൾ a1ഉം b1ഉം കോഎഫിഷ്യൻസ് ആണെങ്കിൽ ദ വാല്യൂ ഓഫ് phi1 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ. ആംഗിൾ phi1 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് b1 ബൈ a1. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന വൈയിൽ നിന്ന് a1 എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഇപ്പോൾ y സൈൻ ഒമേഗ ടി, അതായത് y എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർവെല്ലിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a1 കിട്ടും, അതുപോലെ b1ഉം കിട്ടും. നോക്കുക, a1 ഇസ് ഈക്വൽ ടു 2/2π ഇൻ്റഗ്രൽ 0 to 2π y സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഇവിടെ 0 to 2π എന്നുള്ള ലിമിറ്റ് എടുത്തത് കാരണം ഒരു സൈനിൻ്റെ ഫുൾ സൈക്കിളിൻ്റെ ലിമിറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് ക്വാർട്ടർ വേവ് സിമെട്രി അല്ലെങ്കിൽ ഹാഫ് വേവ് സിമെട്രി ഒക്കെ ഉള്ളതിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. ആൻഡ് b1 ഇസ് ഈക്വൽ ടു 2/2π 0 to 2π y കോസ് ഒമേഗ ടി ഡി ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ നോൺ ലീനിയാരിറ്റിക്ക് പകരം അവിടെ ഈ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ വെച്ചിട്ട് സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലീനിയർ സിസ്റ്റത്തിൻ്റെ അനാലിസിസിന് നമ്മൾ എന്ത് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചോ അതൊക്കെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എയിം. അത് കഴിഞ്ഞ് സ്റ്റെബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എന്നും ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ അപ്രോച്ച് എന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്നും ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ഈക്വേഷൻസ് എന്തൊക്കെയാണ്, കെ എൻ എക്സ് ഒമേഗ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ y1ൻ്റെ വാല്യൂ phi1ൻ്റെ വാല്യൂ എന്താണെന്നൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു വയ്ക്കുക.